വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സഞ്ജിത്തിന്റെ കൊലപാതകവുമായി പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇതുവരെയായിട്ടും ഈ കേസിലെ പ്രതികളെ കുറിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ഇനി അവർക്ക് രഹസ്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികളിലേക്ക് ഇതുവരെയായിട്ടും പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു എന്ന് വന്നേക്കാം, ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികളെയൊക്കെ പിടിച്ച കേസുകളില്ലേ? അങ്ങനെയുള്ള ഒരു കേസല്ല ഇത്. പട്ടാപ്പകൽ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ചിട്ട് വെട്ടി എന്നാണ് ഭാര്യയുടെ മൊഴി. അവിടെ ഓടുന്ന കാറുകൾ ഉണ്ടായിരുന്നു, ഓടുന്ന സ്കൂട്ടറുകൾ ഉണ്ടായിരുന്നു, നടന്നു പോകുന്ന മനുഷ്യരുണ്ടായിരുന്നു. അത് കണ്ട ഒരാൾ ഉടൻ തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ പ്രതികളുടെ മുഖം തനിക്ക് കൃത്യമായി അറിയാമെന്ന് ഭാര്യ പറയുമ്പോൾ പോലും പ്രതികളിലേക്കെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവുമില്ല. 8-അംഗ സംഘത്തിന്റെ കൃത്യമായ അന്വേഷണം ഈ കേസിലുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ആ അന്വേഷണത്തിൽ എവിടെയാണ് പ്രതികൾ എന്നുള്ളത് ഇതുവരെയായിട്ടും വ്യക്തത കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സഞ്ജിത്ത് മർഡർ കേസിൽ പോലീസിന്റെ അന്വേഷണത്തിന് പോലും പിടികിട്ടാൻ പറ്റാത്ത ആളുകളാണോ ഈ കൊലപാതകം ചെയ്ത പ്രതികൾ എന്നുള്ള ചോദ്യചിഹ്നമാണ് ഉയർന്നു വരുന്നത്. പ്രതികൾ മാരുതി ആൾട്ടോ 800 വൈറ്റ് കളർ കാറിൽ വന്നു എന്ന് വ്യക്തമാകുന്നു. ആ കാറിൽ വന്ന ആളുകൾ 5 പേരാണ് എന്ന് വ്യക്തമാകുന്നു. ആ 5 പേരെ കണ്ട ചില ആളുകളുടെ മൊഴികളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. അങ്ങനെ ഭാര്യ അടക്കം 5 പേരെ കണ്ടു എന്ന് പറയുന്നു. കൃത്യമായ തെളിവുകൾ, കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ട് പോലും എന്തുകൊണ്ട് പ്രതികളിലേക്ക് എത്തിയില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ സംഘപരിവാർ വലിയ ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാമായ ഒരു പ്രവർത്തകനെ നടു റോഡിലിട്ട് ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു, വെട്ടി ഇല്ലാതാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ സംഘപരിവാർ രൂക്ഷമായ പ്രതികരണമാണ് നടത്തുന്നുള്ളത്. സുരേന്ദ്രൻ അടങ്ങുന്ന BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ ഗവർണറെ കണ്ടിട്ട് പറയുകയാണ്, ഈ കേസിൽ എന്നെ അന്വേഷണം വേണം എന്ന്. പോലീസിനെ കൊണ്ട് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ ഉയർന്നു വരുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഒരു കൊലപാതക കേസിൽ CBI പോലെയുള്ള അല്ലെങ്കിൽ NIA പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ അന്വേഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ പ്രതികളെ പിടികൂടാൻ കേരള പോലീസിന് സാധിക്കുകയില്ല എന്നാണ് അതിന് കാരണമായിട്ട് BJP പറയുന്നത്. ഇനി പിടികൂടിയാൽ തന്നെ അവരെ രക്ഷിക്കാനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് BJP-യുടെ ആരോപണം. എന്തായാലും പ്രതികൾ നിസ്സാരക്കാരല്ല എന്നുള്ളതാണ് ഈ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.